ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, പിതാവേ നന്ദി, പിതാവേ മഹത്വം, മഹത്വം, മഹത്വം. പിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആവതില്ല ആർക്കുമേ അങ്ങേപ്പോലെ സ്നേഹിച്ചിട ആവതില്ല ആർക്കുമേ ജീവനേ സ്വന്തമേ അങ്ങേമാർ ചായുന്നു ഞാൻ ജീവനേ സ്വന്തമേ അങ്ങേമാർ ചായുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. എൻ്റെ മക്കളെ, വളരെ നല്ലൊരു സമയമാണിത്. കർത്താവ് പ്രസാദിച്ച് നിൽക്കുന്ന സമയമാണ്. നിങ്ങളെ വചനം കേട്ട് കേട്ട് വിശ്വാസം കൂടി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് രോഗത്തിന് ഈ സമയത്ത് സുഖപ്പെട്ട ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് രോഗമുള്ളത് ബ്ലീഡിങ് ആയാലും ശരി, ശ്വാസകോശ രോഗങ്ങളായാലും ശരി, സ്പോണ്ടിലോസിസ് രോഗങ്ങളായാലും ശരി, തൈറോയ്ഡ് രോഗങ്ങളെ, പിസ്തുല ആയാലും PCOD ആയാലും എല്ലാം അതാ സ്ഥലങ്ങളിൽ അബ്ഡോമൻ രോഗങ്ങൾക്കെല്ലാം അടിവയിലാണ് കൈവെക്കേണ്ടത്. ശിരസ് സംബന്ധമായ രോഗങ്ങൾക്ക് ശിരസ് കൈവെക്കണം. അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. കർത്താവ് നിങ്ങളെ അൾത്താരിൽ നിന്ന് അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വളരെ ഹാപ്പി ആകണം. ഒന്ന് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം. അങ്ങേപ്പോലെ യേശുവേ തുല്യം ചെല്ല ആരുമില്ലേ. അങ്ങേപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേമാർ ചായുന്നു ഞാൻ ജീവനെ ജീവനേ സ്വന്തമേ അങ്ങേമാർ ചായുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വരത്തിലെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ.
നിമിഷം, കർത്താവ് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. യേശാവ് ഇസഹാക്ക് യാക്കോബിനെ കെട്ടിപ്പിടിക്കുമ്പോൾ പറയുന്ന സ്ഥലം, അവസാന ആശീർവാദത്തിനായി ഇസഹാക്ക് യാക്കോബിനെ കെട്ടിപ്പിടിക്കും. അപ്പോൾ അവൻ്റെ മേലങ്കിയുടെ സുഗന്ധം അവൻ്റെ നാസികയിൽ ഘ്രാണിക്കുമ്പോൾ ഇസഹാക്ക് പറയും, നീ എൻ്റെ മകൻ ഏശാവ് തന്നെ, നിൻ്റെ ഉടുപ്പ് കർത്താവ് കരിഞ്ഞനുഗ്രഹിച്ച വയലിൻ്റെ മണമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേറ്റ് പറഞ്ഞ് നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞോളൂ. 121 സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ. സങ്കീർത്തനം 121 1-2 തിരുവചനങ്ങൾ. അതാണ് ഇപ്പൊ ഈശോ നാവിൽ തന്നത്. എന്താണത്? പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ഏറ്റു പറഞ്ഞേ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ഒന്നുകൂടി പറഞ്ഞേ. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, ആരാധന, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. വായിച്ചോളൂ. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഇവിടെ ഒരു വിഷയം കണ്ടില്ലേ? എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എവിടുന്ന വരുന്നത്? കർത്താവിൽ നിന്ന്. എങ്ങനെയുള്ള കർത്താവാണ്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സങ്കീർത്തനം 121:4 വായിക്കില്ലേ? ഭൂമി കർത്താവിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ബൈബിൾ ഉടനെ പറയും, ദ ലോർഡ് ഗോഡ് ഹു ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. ആകാശവും ഭൂമിയും. നമുക്കറിയാവില്ല, നമുക്ക് നിൽക്കണമെങ്കിൽ ഭൂമി വേണം, നടക്കണമെങ്കിൽ സമയം വേണം. മൂവ്മെൻറ്റ്സ് എല്ലാം നടക്കുന്ന സമയത്തിലാണ്. നിങ്ങളുടെ സംഭവങ്ങളെല്ലാം നടക്കുന്നത് സമയത്തിലാണ്. മനുഷ്യൻ്റെ ജോലി കർമ്മങ്ങളെല്ലാം നടക്കുന്നത് സമയത്തിലാണ്. അവനായിരിക്കുന്നത് ഒരു സ്ഥലത്തിലാണ്. ഭൂമി എന്ന് പറയുന്നത് സ്ഥലമാണ്. നമുക്ക് കത്തൊക്കെ എഴുതത്തില്ലേ? കത്തൊക്കെ എഴുതുമ്പോൾ എന്താണ്? പ്ലേസ് ആൻഡ് ഡേറ്റ് എഴുതും അല്ലേ? അതാണല്ലോ സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഈവൻറ്റ്സ് ഹാപ്പൻ ചെയ്താൽ അതിന് ഒരു സ്ഥലമുണ്ടാകണം, പിന്നെ എന്താണ്? ഒരു സമയം ഉണ്ടാകണം. നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്, നിങ്ങളുടെ പ്രൊമോഷൻ, നിങ്ങളുടെ രോഗസൗഖ്യം എല്ലാം നടക്കുന്നത് ഈ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും തലത്തിലാണ് നടക്കുന്നത്. സമയത്തിലും സ്ഥലത്തിലും. ഇനി ഈ സമയവും സ്ഥലവുമാണ് പലപ്പോഴും നമ്മളെ നിയന്ത്രിക്കുകയോ നമ്മളെ അടിമപ്പെടുത്തുകയോ ചെയ്യുന്ന ഏജൻ്റ്. സ്ഥലവും സമയവുമാണ്. ഒന്നെങ്കിൽ സ്ഥലം നമ്മൾ അടിമപ്പെടുത്തും, അല്ലെങ്കിൽ സമയം നമ്മളെ അടിമപ്പെടുത്തും. ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കാനഡയിൽ പോണത്? നിങ്ങൾ എന്തുകൊണ്ടാണ് UK പോണത്? ഈ സ്ഥലം നിങ്ങൾക്ക് അനുകൂലമല്ലാതെ മാറുന്നത് കൊണ്ടാണ്. ക്ലിയർ അല്ലേ? ഈ സ്ഥലം നിങ്ങൾ താമസിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്, അല്ലെങ്കിൽ ഇപ്പോൾ ഡോഗ് സോൺ കൺട്രി എന്ന് പറയുന്ന പട്ടികളുടെ സ്വന്തം നാട് അല്ലേ? കുഞ്ഞുകുട്ടികളെയൊക്കെ ഓടിച്ചൊരു പട്ടി കടിക്കണില്ലേ? എന്തുമാത്രം പട്ടികളാണ്! കുഞ്ഞുകുട്ടികളെയൊക്കെ ഓടിച്ചൊരു പട്ടി കടിക്കണി, എന്നിട്ട് യാതൊരു റെസ്പോൺസും റിയാക്ഷനും ഇല്ല.
അപ്പോഴേ എന്ന് വെച്ചാൽ പട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ പോലും മറ്റ് എന്തെല്ലാം മൃഗങ്ങളൊക്കെ ഉണ്ട് ഈ ലോകത്ത് ഇല്ലേ, പക്ഷികളൊക്കെ ഇല്ല, അതുകൊണ്ട് സംസാരിക്കണില്ല എന്നും പറഞ്ഞ് ഇപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടില്ലേ. എനിവേ, അപ്പോഴേ സ്വാഭാവികമായും മനുഷ്യൻ്റെ ഇൻട്രസ്റ്റുകളും താല്പര്യങ്ങളും മീഡിയ ഹൈലൈറ്റേഷൻ ഒക്കെ എല്ലാം വ്യത്യസ്തമായിട്ട് കാലങ്ങളിൽ വ്യത്യസ്തമായ മനുഷ്യനേക്കാൾ ചിലപ്പോൾ പട്ടികൾക്ക് പ്രാധാന്യം കിട്ടും. അത് മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് മനുഷ്യനേക്കാൾ പ്രാധാന്യം. ചിലപ്പോൾ അതാണ് റേറ്റിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ പട്ടിയുടെ പുറകെ പോയിക്കൊള്ളും. എല്ലാവരും സാംസ്കാരിക നേതാക്കന്മാരും എല്ലാം പട്ടിയുടെ പുറകെ പോകും. മനുഷ്യൻ അവിടെ വിഴിഞ്ഞത്ത് വീട് നഷ്ടപ്പെട്ട് അവിടെ ഗോഡൗണിൽ താമസിക്കുകയും ചെയ്യും ഇല്ലേ. ഗോഡൗണിൽ താമസിക്കുന്ന 4 കൊല്ലമൊക്കെ താമസിക്കുകയാണ്, തെരുവിലൊക്കെ താമസിക്കില്ല ആൾക്കാർ. അവർക്ക് ഇന്ന് പട്ടികളുടെ വില പോലും ഇല്ലാത്ത രീതിയിൽ മീഡിയ ബ്രെയിൻ വാഷ്ഡായി നമ്മൾ എല്ലാവരും അല്ലേ. പക്ഷി ചത്തപ്പോഴൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ. ഇപ്പോൾ 3 കേസായി. പക്ഷി ചത്തപ്പോഴ കേസ് എടുക്കേണ്ടെന്നല്ല പ്രശ്നം, മനുഷ്യനിവിടെ ദ്രവിച്ച് തീരാനായല്ലോ, അതിനെതിരെ കേസില്ലല്ലോ, കടപ്പുറത്ത് പോലും വന്ന് നോക്കണില്ലല്ലോ. അപ്പം മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാടുകൾ ഓരോരോ കാലത്ത് അധികാരികളുടെ താല്പര്യവും അവിടെ നിലനിൽപ്പും അനുസരിച്ചുകൊണ്ട് മാറുമ്പോൾ നമ്മൾക്ക് ദൈവം മാത്രമേ ഉള്ളെന്ന് പറയുകയാണ്. കൈയിട്ടിച്ച് കർത്താവേ ഹല്ലേലൂയ. ഓരോ ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു ബോധം നമുക്കിപ്പോൾ ആരുണ്ടായാലും, സർക്കാരുണ്ടായാലും പട്ടാളം ഉണ്ടായാലും സമ്പത്തുണ്ടായാലും ആരോഗ്യമുണ്ടായാലും ബേസിക്കായിട്ട് ഒരു വ്യക്തിയുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താ? ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നാണ് എനിക്ക് സഹായം ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? ഫസ്റ്റ് റെഫറൻസ് ആൻഡ് പ്രിഫറൻസ് എന്താണ്? ദൈവമായിരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷി എനിക്ക് ഭയങ്കര അതിൽ ജോർജ് ഒരു പയ്യൻസാണ്, ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നുന്നു. അതിൽ ജോർജിൻ്റെ സാക്ഷ്യങ്ങളിങ്ങനെ പോകുമ്പോൾ അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് അതെല്ലാം കേൾക്കിരുന്ന് അഭിഷേക സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും. ചില ആൾക്കാരിങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ ഒരു റിപ്പോർട്ടിങ് പോലെ പറയും, അവർക്ക് അഭിഷേകമില്ല, അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ അവരിങ്ങനെ പറയണമെന്നേ ഉള്ളൂ, അതിൻ്റെ അകത്ത് അഭിഷേകം ഉണ്ടാകത്തില്ല. കാര്യം അവർ പ്രാർത്ഥിച്ച് പറയുകയോ അല്ലെങ്കിൽ ഞാൻ ഈ സാക്ഷ്യം പറയുന്നതുകൊണ്ട് കർത്താവിൻ്റെ വചനം കൂടുതൽ പ്രചരിക്കണമെന്നോ വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം ഉണ്ടാകണമെന്നോ ഒക്കെ അങ്ങനെ ആഗ്രഹിക്കാതെ പ്രേക്ഷിത ചൈതന്യമില്ലാതെ ചുമ്മാ കിട്ടിയ ഒരു അനുഭവം അങ്ങനെ പങ്കുവെക്കണം. അതിന് അഭിഷേകമാണ്. കേൾക്കുമ്പോൾ അറിയാം, അതിന് അനോയിൻറ്റിങ് അല്ല, ചുമ്മാ ഒരു റിപ്പോർട്ടിങ്ങാണ്, ഈവൻസ് റിപ്പോർട്ടിങ്ങാണ് അവർക്ക് കിട്ടിയ രോഗസൗഖ്യം. അപ്പം അതിൻ്റെ വരണത് അതിൻ്റെ സാക്ഷ്യം ഇവിടെ അവനത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ എനിക്കൊരു അഭിഷേകം കിട്ടി. അപ്പം ഞാനത് ഇവിടുത്തെ ശുശ്രൂഷ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ അതിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നുണ്ട്, നീ ആഗ്രഹിച്ച സാധനം ഇപ്പോൾ അവൻ പറയുമെന്ന്. അതാണ് ഞാൻ നിന്നത് കളാൻ. നീ ആഗ്രഹിച്ചുകൊണ്ട് നടന്ന ഒരു കാര്യം അവനിപ്പോൾ പറയുമെന്ന്. അപ്പം ഞാനത് ഇവനെന്താണ് പരിശുദ്ധാത്മാവിൽ പറയാൻ പോകണമെന്ന് നോക്കിയപ്പോൾ അവൻ പറയുമായിരുന്നു, എൻ്റെ ആസ്തി എന്ന് പറയുന്നത് വിശ്വാസം മാത്രമാണ്. പിന്നെ എനിക്കുണ്ടായിരുന്നത് ആഗ്രഹമാണ്. 2 കാര്യമാണ് എനിക്കുള്ളത്. ഒന്ന് വിശ്വാസം, രണ്ടാമത്തത് എന്താണ്? ആഗ്രഹം. ഇത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഉടമ്പടി ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞായിരുന്നു,
ആഗ്രഹത്തിന് മേൽ അഭിഷേകം മേടിച്ചാൽ ഉടമ്പടി സാക്ഷാത്കരിക്കപ്പെടുമെന്ന്. മനുഷ്യന് ആഗ്രഹമില്ലേ? ഈ ആഗ്രഹം ആണ് ഇതിൻ്റെ അകത്ത് ഇന്ധനമെന്ന് പറയണത്. ശരിക്കും ഇപ്പോൾ ഈ വണ്ടിക്ക് പെട്രോൾ പോലെയാണ് ഒരു വ്യക്തിക്ക് ആഗ്രഹമെന്ന് പറയണത്. ആഗ്രഹം അപ്പം നിങ്ങളോർക്കും അത്യാഗ്രഹമല്ല, അങ്ങനെയല്ല. നിനക്ക് രക്ഷപ്പെടാൻ പറ്റിയ ആഗ്രഹങ്ങൾ നിൻ്റെ ഉള്ളിൽ തരണം നിൻ്റെ ദൈവം തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? നീ ഇടത്തോട്ടോ വലത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കുമെന്ന് പറഞ്ഞില്ലേ? ഇതാണ് ഈ ആഗ്രഹം എന്ന് പറയണത്. ആ ആഗ്രഹം മാനുഷികമാണോ ദൈവികമാണോ എന്ന് നോക്കുന്നത് ഡിസേൺമെൻ്റാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, നിങ്ങൾ മുന്നോട്ട് പോവുക, ഉടമ്പടിയോടെ മുന്നോട്ട് പോവുക, നമുക്ക് നോക്കാം, ലെറ്റ് us see എന്ന് ഞാൻ പറയും. അല്ല, ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യത്തില്ല. ഇപ്പം നിങ്ങളിപ്പോൾ വളരെ ബിലോ ആവറേജ് സ്റ്റുഡൻ്റാണ്, നിങ്ങൾ UK പോകണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, നീ ബിലോ ആവറേജ് ആണല്ലോ, നിൻ്റെ ഫൊണറ്റിസ്റ്റ് എവിടെ ഇല്ലല്ലോ, നിൻ്റെ പ്രൊണൗൺസിയേഷൻ ഇല്ലല്ലോ, നിൻ്റെ സ്പീക്കിങ്ങിന് നിൻ്റെ മുടിയിൽ നിന്ന് പോകുമല്ലോ എന്ന് പറഞ്ഞ് നീ പോകണ്ട എന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറയും, നീ പോകുമോളെ എന്ന് പറയും, നീ പോയിക്കോളൂ, മുമ്പോട്ട് പോകും, നമുക്ക് നോക്കാമെന്ന് പറയും. എന്നിട്ട് ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫെയ്ത്ത് ബൂസ്റ്റ് ചെയ്ത് തരും. മിനിമം ആഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഫെയ്ത്ത് ബൂസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ നിനക്ക് ദൈവം ഇത് എപ്പോഴും ഉടമ്പടി വർക്ക് ചെയ്യണത് എങ്ങനെയാണ്? ഉടമ്പടിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എല്ലാ ധ്യാനത്തിലും പറയാതെ ഉടമ്പടി ധ്യാനം നടത്താൻ പറ്റത്തില്ല. ഉടമ്പടി ധ്യാനം നടത്താൻ പറ്റത്തില്ല. Efesians 2:8 കൊട്ട് ചെയ്യാതെ ഉടമ്പടി ധ്യാനം നടത്താൻ പറ്റും. കാര്യം ഇതിൻ്റെ ബേസ് അതാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് കർത്താവിൻ്റെ വചനമാണ്. കർത്താവ് പറഞ്ഞതാണ്. എന്താണ്? നിൻ്റെ നോട്ട് ബൈ മെറിറ്റ്, നിൻ്റെ യോഗ്യത കൊണ്ടല്ല, പിന്നെ എന്താണ്? എൻ്റെ കൃപ കൊണ്ട്. അപ്പോൾ യോഗ്യത എന്ന് പറയുന്നത് ചില സമയത്ത് യോഗ്യത എങ്ങനെയാണെന്ന്, യോഗ്യത കുറയണമെന്നല്ല മക്കളെ പ്രശ്നം. കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജിഷ ടോജോ, സ്ഥലം കുറവിലങ്ങാട്. ഞങ്ങൾ 20 വർഷമായിട്ട് UK താമസിക്കുന്നത്. പരിശുദ്ധ അമ്മ മാതാവിനും ദൈവകുമാരനും 1000 നന്ദി. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് തന്ന വളരെ വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നതിനാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് ടോജോ ഫ്രാൻസിസ് 2021 ജനുവരി 18 കോവിഡ് ബാധിതനായി അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി UK-യിൽ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്, അതുകൊണ്ട് വെൻറ്റിലേറ്ററിലേക്ക് മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ വെൻറ്റിലേറ്ററിൻ്റെ ഓരോ ട്യൂബുകൾ വലിച്ചൂരുകയും പിന്നെ നോർമലായി ബ്രീത്ത് ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആവുമെന്ന്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നു. പെട്ടെന്ന് പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, ഞാനും എൻ്റെ 3 മക്കളും മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ ഹസ്ബൻഡ് മരിക്കാൻ പോവുകയാണ്, നീ പെട്ടെന്ന് ഉടനെ വന്ന് നിൻ്റെ ഹസ്ബൻഡിനെ കാണണമെന്ന് പറഞ്ഞു. അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു നിമിഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് മൊബൈൽ കയ്യിലെടുത്ത് ആരെയൊക്കെ വിളിച്ചു, അതോടൊപ്പം ഞങ്ങളുടെ വികാരി അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാടി, ഞാൻ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അത് ചെയ്തു. ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി വേഗം ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ITUവിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ പോകാൻ പേടിയായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ടാണ് പോയത്. കാരണം 2 പേരെ അവർ അലവ് ചെയ്യുള്ളൂ. അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കഴിഞ്ഞ് മുന്നേ എൻ്റെ ഫ്രണ്ട് കരയാൻ തുടങ്ങി. കാരണം അവൾ ITU എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ ടോജോയുടെ കണ്ടീഷൻ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല. ഞാൻ നോക്കുമ്പോൾ ഒരു ഭീമാകാരമായ രൂപം കട്ടിലേ കിടപ്പുണ്ട്, അനക്കമൊന്നുമില്ല. മോണിറ്ററിലേക്ക് നോക്കിയപ്പോൾ BP ഇല്ല, ഒന്നും തന്നെ, റെസ്പിറേഷനൊക്കെ വളരെ ഹൈ, ഓക്സിജൻ്റെ ലെവലാണെങ്കിലും വളരെ താഴ്ന്ന് ഫുൾ വെൻറ്റിലേറ്റർ സപ്പോർട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ടോജോ ദൈവം നമ്മുടെ മോൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം കണ്ണ് തുറക്കാൻ
ശ്രമിക്കുന്നുണ്ടെങ്കിലും പുള്ളിക്ക് പറ്റുന്നില്ല. അപ്പം ഡോക്ടേഴ്സാണെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ അവരും വല്ലാതെ വിഷമിച്ച് നിൽക്കുക. അപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലൊരു കൊന്തയുണ്ടായിരുന്നു, ആ കൊന്ത എൻ്റെ കയ്യിലിരുന്ന് വിറയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എവിടുന്നോ കിട്ടിയ ഒരു ധൈര്യത്തിന് ഞാൻ അവരോട് പറഞ്ഞു, നീയല്ല, നിന്നെ കഴിഞ്ഞ് ശക്തനായവൻ മുകളിലുണ്ട്, അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന്. ഇത് കേട്ട നിമിഷം ആ ഡോക്ടർ എന്നോട് പറയുക, ഒരു നിമിഷം നീ വെയിറ്റ് ചെയ്യും, ഞാൻ എൻ്റെ കൊളീക്കിനോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും എന്തൊക്കെയോ ഡിസ്കസ് ചെയ്തതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ടോജോയെ ഓപ്പറേഷൻ എടുക്കുകയാണ്, പക്ഷേ നിനക്ക് ഞാൻ 1% പോലും ഞാൻ ഹോപ്പ് തരികയില്ല, രക്ഷപ്പെടുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രതീക്ഷയുണ്ട്, അവൻ തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ലെറ്റ്സ് ഹോപ്പ് സോ. അങ്ങനെ അദ്ദേഹത്തെ ഓപ്പറേഷന് കയറ്റി. അപ്പോൾ ആരോ എൻ്റെ കയ്യിൽ ഒരു പ്രെയർ പുസ്തകം കൊണ്ട് തന്നു. അത് മറിച്ച് നോക്കാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ജസ്റ്റ് ഒരു വാചകം മാത്രം എൻ്റെ കണ്ണിലുടക്കി, ഇഫ് യു ആസ്ക് എനിത്തിങ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് യു വിൽ ഗെറ്റ് ഇറ്റ്. അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ത് ചോദിക്കുന്നു അത് നിങ്ങൾക്ക് കിട്ടും. ഞാൻ വേറൊന്നും പ്രാർത്ഥിച്ചില്ല, ആ ബൈബിൾ വചനം മാത്രം നോക്കി ഒരേ ഇരിപ്പിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കാണും, ഒരു നേഴ്സ് ഓടി വന്ന് കരഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ടോജോയുടെ BP നോർമലായി ജിഷ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചൊരു സമാധാനം. പക്ഷേ എന്നാലും കണ്ടീഷൻ വളരെ ക്രിറ്റിക്കലാണ്. പിന്നെ നമുക്കവിടെ നിൽക്കാൻ സാധിക്കില്ല. ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഓരോ ദിവസവും ഡോക്ടേഴ്സ് വിളിക്കും, കണ്ടീഷൻ ക്രിറ്റിക്കലാണ്, ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, ഇത് തന്നെ അവർ പറയുന്നുള്ളൂ. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ ഡ്രസ്സിങ് ഒന്നും അവർ മാറ്റുന്നു അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, അവർ വയറിനോട്ടൊന്നും നോക്കുന്നില്ല, അവർ ഒള്ളി ലങ്സ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് 40% ഉള്ളൂ ലങ്സ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കണ്ടീഷൻ വേഴ്സായി. അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കിഡ്നി രണ്ടും ഫെയിലിയറായി. അവർ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഒരിക്കൽ പോലും പ്രോപ്പറായിട്ടൊരു ഡയാലിസിസ് അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്ന് തന്നെ പറയാം. കാരണം ഓരോ പ്രാവശ്യവും ബ്ലോക്കുകളുണ്ടാകും. അവർ പറഞ്ഞ് അവർക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് അവരുടെ പ്രതീക്ഷ നശിച്ചുകൊണ്ടിരിക്കുക. എന്തോ ഒരു റീസൺ കാരണം അവർ വെന്റിലേറ്റർ ഓഫാക്കുന്നില്ല. ഞാൻ അവരോട് വഴക്കുണ്ടാക്കും, അവർ വെന്റിലേറ്റർ ഓഫാക്കാനായിട്ട് വിളിക്കും, ഞാൻ സമ്മതിക്കുകയില്ല, അവർ ഓഫാക്കുകയില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലേക്ക് വിവരം വിളിച്ച് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡാഡിയും മമ്മിയും ടോജോയുടെ ജ്യേഷ്ഠനും ചേട്ടത്തിയമ്മയും കൂടെ ഓടി കൃപാസനത്തിൽ വന്നു. അന്ന് കോവിഡ് ഒത്തിരി വ്യാപിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് അവർക്ക് അച്ഛനെ ഒന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഇവിടെ ഏതോ ഒരു ബ്രദർ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ബ്രദറിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഇങ്ങനെയാണ് കണ്ടീഷൻ, എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഇവർ കരയുക. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഓക്കെ ഞാൻ ചെന്ന് സംസാരിച്ച് നോക്കട്ടെ അച്ഛൻ്റെ അടുത്തെന്ന് പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അത് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അവരത് പേപ്പറിൽ എഴുതി കൊടുത്തു. എന്നിട്ട് സൺഡേയാണ്. അപ്പം കുർബാനയ്ക്ക് അച്ഛൻ അത് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം വൈകുന്നേരമായപ്പോൾ മമ്മി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ടോജയ്ക്ക്? അപ്പോൾ ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ഇവിടുന്ന് ഉടമ്പടിയൊക്കെ എടുത്തിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ആ ഉടമ്പടി തൈലവും ഇവിടുത്തെ ഇവിടുത്തെ കിണറ്റിലെ വെള്ളവും പിന്നെ ആ കാശുരൂപം എല്ലാം കൂടെ എനിക്ക് കൊറിയർ ചെയ്ത് അയച്ചു തന്നു. 5ാമത്തെ ആഴ്ചയാണ് അവർക്ക് അച്ഛനെ കാണാൻ സാധിച്ചത്. അപ്പോൾ അന്ന് അച്ഛൻ ഇതിലെ നടന്നു പോയുന്ന വഴിക്ക് എൻ്റെ മമ്മി അച്ഛൻ്റെ പുറകെ കരഞ്ഞുകൊണ്ട് ഓടി ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ എൻ്റെ മോന് വയ്യാണ്ടിരിക്കുകയാണ്, കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അപ്പോൾ അച്ഛൻ ഒന്നും മിണ്ടിയില്ല. എല്ലാം പറഞ്ഞു തീർന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അവൻ സൗഖ്യപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മമ്മി ഓടി ചെന്നിട്ട് എൻ്റെ ഡാഡിയോട് പറഞ്ഞു. ഡാഡി അപ്പം ടോജോ മൊബൈലിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് അച്ഛനെ കാണിച്ചു. അപ്പം അച്ഛൻ അത് നോക്കി ആശീർവദിച്ച് അവൻ സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ടോജോയുടെ വയറിനെല്ലാം ഇൻഫെക്ഷൻ ബാധിച്ച് പുള്ളിയുടെ ഇൻറ്റസ്റ്റൈൻ മുഴുവൻ വെളിയിലായിരുന്നു. അബ്ഡമൻ 2ആയിട്ട് പൊളന്നു പോയി, ഇൻറ്റസ്റ്റൈൻ കംപ്ലീറ്റ് ഒരു ഫുട്ബോൾ പോലെ പുറത്ത് കിടക്കുകയാണ്. 5ാമത്തെ പ്രാവശ്യം ഡോക്ടേഴ്സ് എന്നെ വിളിച്ചു. അപ്പോൾ അതിനിടയിൽ കൊറിയറിൽ എനിക്കിവിടെ അയച്ചു തന്ന എല്ലാം കിട്ടി. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്നും കടത്താൻ പറ്റത്തില്ല. അപ്പോൾ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതെങ്ങനെയാലും ടോജോയുടെ ദേഹത്തൊന്ന് പുരട്ടണം. അപ്പോൾ ഇവർ രഹസ്യമായിട്ട് ഇവിടുന്ന് തന്ന ഉടമ്പടി തൈലവും കാശുരൂപവും എല്ലാം ടോജോയുടെ ദേഹത്ത് കുരിശ് വരച്ച് പുരട്ടുകയും കാശുരൂപം കൈ കെട്ടുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 5ാമത്തെ പ്രാവശ്യം ഡോക്ടേഴ്സ് എന്നെ വിളിച്ചു. കാരണം അദ്ദേഹത്തിന് ബ്രെയിൻ ബ്ലീഡായി, സീഷറായി, സോഡിയെല്ലാം ഭയങ്കരമായിട്ട് കൂടി. ഞാൻ ചെന്ന് 5ാമത്തെ പ്രാവശ്യം എന്നെ വെന്റിലേറ്റർ ഓഫ് ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് അവർ ചെയ്യുമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കട്ടിലോടുകൂടി കിടന്ന് പുള്ളി വിറയ്ക്കുകയാണ്.
കിഡ്നി രണ്ടും ഫെയിലിയറായി, ഇനി ഒന്നും ചെയ്യാനില്ല. അവർ ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്തു.